ഹലോ ഫ്രണ്ട്സ്, അടുത്ത എപ്പിസോഡിൽ മഹിയേട്ടൻ തന്നോട് ഇഷ്ടം പറഞ്ഞിട്ടും തന്റെ മനസ്സിലെ ഇഷ്ടം മഹിയേട്ടനോട് തുറന്നു പറയാൻ അറിയാത്തതിന്റെ വേദനയിൽ ഗംഗ ഇരിക്കുന്നു. ആ സമയത്ത് മഹി ഗംഗയെ കുറിച്ച് ഓർത്ത് വിഷമത്തോടെ റൂമിൽ നിൽക്കുമ്പോൾ അവിടേക്ക് എത്തുന്ന ദേവയാനിയോട് മഹി തന്റെ മനസ്സ് തുറക്കുന്നു. ഇത്രയും വർഷക്കാലമായിട്ടും ഗൗരി എന്നെ വിട്ടുപിരിഞ്ഞു പോയതിനു ശേഷം ഒരു വിവാഹത്തെക്കുറിച്ചോ മറ്റൊരു പെൺകുട്ടിയെക്കുറിച്ചോ ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. പിന്നെ ഇപ്പോ എന്റെ മകൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. മാളൂന് ഒരിക്കലും ശ്രേയെ തന്റെ അമ്മയായി കാണാൻ കഴിയുകയില്ല എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഗൗരിക്ക് ശേഷം മാളു ഇത്രത്തോളം തന്റെ അമ്മയെ പോലെ സ്നേഹിക്കുന്നത് ഗംഗയെ മാത്രമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു സംശയം ഇപ്പോഴുള്ളത്, ശ്രേയയ്ക്ക് എന്റെ മാളുവിന്റെ അമ്മയായി അവൾക്ക് ജീവിതകാലം മുഴുവൻ എന്റെ മാളുവിനെ സ്നേഹിച്ച് ജീവിക്കാനാകുമോ എന്നാണ് എനിക്കിപ്പോ സംശയം. മാളുവിന് ഒരിക്കലും ഗംഗയെ തന്റെ അമ്മയായി കാണാൻ കഴിയുകയില്ല എന്ന് മഹി പരാതിപ്പെടുന്നു. അങ്ങനെ ഗംഗയോടുള്ള തന്റെ മനസ്സിലെ ആ ആഗ്രഹത്തെക്കുറിച്ചും ഇഷ്ടത്തെക്കുറിച്ചും മഹി ദേവയാനിയോട് പറയുന്നു. കലിയോടെ റൂമിൽ നിന്നിറങ്ങുന്ന ദേവയാനി തന്റെ പക്കലുള്ള മഹിയുടെ ഫോട്ടോ വലിച്ചെറിഞ്ഞ് ആ ഫോട്ടോയ്ക്ക് മുകളിലൂടെ ചവിട്ടിക്കൊണ്ട് ദേവയാനി റൂമിലൂടെ നടക്കുന്നു.